ഹരേ മാധവ. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കുറേ ആയി കണ്ടിട്ട് അല്ലേ, ഭഗവാന്റെ വിശേഷങ്ങൾ കേട്ടിട്ട്. ഞാൻ സ്ഥലത്തില്ലായിരുന്നു. ശിവോഹം എന്നുള്ള പഞ്ചഭൂത തത്വ മെഡിറ്റേഷൻ ക്യാമ്പിൽ പങ്കെടുക്കാനായിട്ട് കണ്ണൂരായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് ഞങ്ങൾ മൂന്നാമത്തെ ദിവസം സാറ്റർഡേ പറശ്ശിനിക്കടവ് മുത്തപ്പനെ കാണാനായിട്ട് പോയി വരുന്ന സമയത്താണ് ഞങ്ങൾ തൃച്ചംബരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. വടക്കിൻ്റെ ഗുരുവായൂർ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഞങ്ങൾ വണ്ടി ഇറങ്ങി നടക്കുന്ന നേരത്ത് അവിടെ ഒരു കുഞ്ഞൊരു അരുവി പോലെ ഇങ്ങനെ വരുന്നുണ്ട്. അതിൻ്റെ മേലെ കൂടെ കയറുമ്പോഴാണ് മാസ്റ്റർ പറഞ്ഞത്, ഇവിടെ ഭഗവാൻ രൗദ്രഭാവത്തിലാണ് ഇരിക്കുന്നത്, കംസനെ കൊന്നു കഴിഞ്ഞതിന് ശേഷമുള്ള ഭാവമാണ് ഇവിടെയെന്ന്. അപ്പോൾ എനിക്ക് അത്ഭുതമായി. ഗുരുവായൂരപ്പന് രൗദ്രഭാവം ഞാൻ കേട്ടിട്ടുണ്ട്. കുവലയ പീഠത്തിൻ്റെ സമയത്താണ് ഭഗവാൻ രൗദ്രഭാവത്തിൽ ഇരുന്നിരിക്കുന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഒരു പ്രതിഷ്ഠ അവിടെ ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. അതായത് ഹംസനെ കൊന്ന ശേഷമുള്ള പ്രതിഷ്ഠ ഉണ്ടെന്ന് കേരളത്തിൽ തന്നെ ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഇതാണ് തൃച്ചംബരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. വടക്കോട്ടുള്ളവർക്ക് അറിയുമായിരിക്കും. എനിക്കിത് പുതിയ അറിവാണ് കേട്ടോ. ഇങ്ങനൊരു ക്ഷേത്രം കേട്ടോ, തൃച്ചംബരം ക്ഷേത്രം കേട്ടിട്ടുണ്ട്. അവിടെ പക്ഷേ ഭഗവാൻ ഇങ്ങനെ ഒരു ഭാവത്തിലാണ് ഇരിക്കുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞങ്ങൾ പോയ സമയത്ത് ഭഗവാനെ തൊഴാനായിട്ട് സാധിച്ചു. ഭഗവാൻ അവിടെ ഇരിക്കുന്നത് കൃഷ്ണാട്ടത്തിലെ ഒരു രൂപമായിട്ടാണ്. വലിയ ഗുരുവായൂരിനേക്കാളും കുറച്ചും കൂടെ ഉയരമുള്ള സ്വർണ്ണ ഗോളകയിലാണ് നിൽക്കുന്നത്. ഭയങ്കര ഭംഗിയുണ്ട്. ദേഷ്യത്തിലാണെന്നൊന്നും തോന്നില്ല. എനിക്കത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇതുപോലെ നമ്മുടെ കൃഷ്ണാട്ടത്തിൽ നിൽക്കുന്ന ഇത്. പക്ഷേ ഇതിൽ ഓടക്കുഴൽ വെച്ചിട്ടുണ്ട്. ഓടക്കുഴൽ വെക്കാതെയുള്ള ഈ ഒരു എക്സാക്റ്റ് രൂപം സ്വർണ്ണ ഗോളകയിലാക്കിയാൽ എങ്ങനെ ഉണ്ടാവും, അതേപോലെയുള്ളൊരു രൂപമാണ് അവിടെ ഞാൻ കണ്ടത്. ഓടക്കുഴലൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്നിട്ട് ഇങ്ങനെ ഭഗവാന്റെ അടുത്ത് പറഞ്ഞു, ഭഗവാൻ എന്തിനാ അങ്ങനെ ദേഷ്യപ്പെട്ടിട്ടിരിക്കുന്നത്? ഈ ദേഷ്യം ഭഗവാന് ചേരുന്നില്ല കേട്ടോ. ഇങ്ങനെ ഇനി ഉണ്ണി ദേഷ്യപ്പെടണ്ട കേട്ടോ, ഒന്ന് ഗുരുവായൂരപ്പനായിട്ട് തന്നെ ഇരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഭഗവാനോട് ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞ് ഇങ്ങനെ എല്ലാവരുടെയും തൊഴുത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വരുമ്പോൾ ഭഗവാൻ എന്നോടും പറയുക, ഇപ്പം മനസ്സിലായില്ലേ ദേഷ്യപ്പെടുമ്പോൾ നിനക്ക് എങ്ങനെ ഞാൻ ദേഷ്യപ്പെടുമ്പോൾ നിനക്ക് വിഷമമുണ്ട്, അതേപോലെ തന്നെ നീ ദേഷ്യപ്പെട്ടിട്ടിരിക്കുമ്പോൾ എനിക്കും വിഷമമുണ്ട് എന്നുള്ളൊരു മെസ്സേജാണ് എനിക്ക് അവിടെ നിന്ന് കിട്ടിയത്. അപ്പോൾ ഇനി എന്തായാലും നീ ദേഷ്യപ്പെടരുത്. അതായത് മറ്റുള്ളവർ ദേഷ്യപ്പെടുമ്പോൾ നമുക്ക് പുറത്ത് നിൽക്കുമ്പോൾ എന്താണോ ഫീല്, അതേ ഫീലായിരിക്കും നമ്മൾ ദേഷ്യപ്പെടുമ്പോഴെന്നാണ് ഭഗവാൻ എനിക്ക് അവിടെ നിന്ന് തന്ന മെസ്സേജ്. അത് ഞാൻ നിങ്ങളെ കൂടെ അറിയിക്കുന്നു. ഇത് അവിടുത്തെ ക്ഷേത്രക്കുളമാണ്. നല്ല ഭംഗിയുള്ള താമരകളാണ് കേട്ടോ, അവിടെ ആമ്പലാണ് കേട്ടോ അവിടെ ഉള്ളത്. ചുറ്റുപാടുണ്ട്. ഞാനിത് അടുത്തുള്ളതാണ് എടുത്തത്. അപ്പോൾ ഇതാണ് അവിടുത്തെ ക്ഷേത്രക്കുളം. നല്ല ഭംഗിയുള്ള കുളമാണ്. കുറച്ച് നേരം അവിടെ ഇരുന്ന് ഫോട്ടോയൊക്കെ എടുത്ത് നേരെ ഇരിക്കാനുള്ള നേരമൊന്നുമില്ല. ഞങ്ങൾക്ക് സെഷൻ തുടങ്ങണം എന്നുള്ള 10 മണിക്ക് സെഷൻ തുടങ്ങണം എന്നുള്ളൊരു ഓട്ടപ്രദക്ഷിണമായിരുന്നു. പക്ഷേ എന്നാലും എനിക്ക് അവിടെ നിന്ന് കുറേ നല്ല പിക്സൊക്കെ കിട്ടി, വീഡിയോ എടുക്കാനൊക്കെ പറ്റി. വേറൊരു ഫോട്ടോ ഉണ്ട് ഞാൻ നിൽക്കുന്നത്. ഇപ്പോൾ വരുന്നതല്ല, അല്ലാതെ വേറൊരു ഫോട്ടോ കൂടെ ഉണ്ട്. അത് ഞാൻ പിന്നെ കാണിച്ചു തരാം. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു കുഞ്ഞ് അരുവി. ഇതിൻ്റെ മേലെ കൂടെ ഇങ്ങനെ കയറി ഇറങ്ങി പോകുമ്പോഴാണ് ഞാൻ പറഞ്ഞ ആ ഒരു കാര്യം മാഷ് പറഞ്ഞു. നല്ല സ്ഥലമാണ് കേട്ടോ, പ്രകൃതി രമണീയമായ നല്ല സ്ഥലം. ഇതാണ് തൃച്ചംബരം ക്ഷേത്രം. അപ്പോൾ ഇതിൻ്റെ ഐതിഹ്യം എന്താണെന്ന് നമുക്ക് നോക്കാം. കേരളത്തിലെ കണ്ണൂർ ജില്ലാ തലസ്ഥാനത്ത് നിന്നും 20 കിലോമീറ്റർ ദൂരെയാണ് തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. സുഗന്ധവ്യഞ്ജന വ്യാപാരത്തിന് പ്രശസ്തമായ തളിപ്പറമ്പ് പട്ടണത്തിലെ അടുത്താണ് ഈ ക്ഷേത്രം. പരബ്രഹ്മസ്വരൂപനായ ശ്രീകൃഷ്ണ പരമാത്മാവാണ് മുഖ്യ ആരാധനാമൂർത്തി. ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ കംസവധത്തിന് ശേഷമുള്ള കൃഷ്ണൻ്റെ ഭാവമാണ്. അതിനാൽ രൗദ്രഭാവത്തിലാണ് പ്രതിഷ്ഠ. കിഴക്കോട്ടാണ് ദർശനം. ഏകദേശം 4 അടിക്കും 5 അടിക്കും ഇടയിൽ ഇവിടുത്തെ വിഗ്രഹത്തിന് ഉയരമുണ്ട്. 2 കൈകളേ ഉള്ളൂ. ചതുർബാഹു അല്ല, 2 കൈകളേ ഉള്ളൂ. ഗുരുവായൂരിലുള്ള വിഗ്രഹത്തേക്കാൾ അല്പം ഉയരം കൂടുതലാണ് ഇവിടത്തേതിന്. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ നിർമ്മാല്യ ദർശനം ശുഭകരമല്ല എന്നാണ് പറയുന്നത്. എന്താ, കംസവധത്തിന് ശേഷം രൗദ്രഭാവത്തിലുള്ള കൃഷ്ണനായതിനാൽ നട തുറക്കും മുമ്പേ തിടപ്പള്ളി തുറന്ന് നേദ്യം തയ്യാറാക്കി കയ്യിൽ നേദ്യവും പിടിച്ചാണ് ഇവിടെ മേൽശാന്തി നട തുറക്കാറുള്ളത് എന്നാണ് പറയുന്നത്. അഭിഷേകം കഴിച്ചാൽ ഉടനെ തന്നെ നേദ്യം നടത്തണം. നിർമ്മാല്യ ദർശനം ശുഭകരമല്ലാത്ത കേരളത്തിലെ ഏക ക്ഷേത്രമാണത്രേ തൃച്ചംബരം. ക്ഷേത്രത്തിൻ്റെ നടയിലെ മതിലുകളിലുള്ള ശില്പങ്ങൾ അതിമനോഹരമാണ്. അത് പറയാതെ വയ്യാട്ടോ. ഗുരുവായൂരമ്പലത്തിലെ നമ്മൾ മേലെ കാണുന്ന ശില്പങ്ങളുണ്ടല്ലോ, ഗുരുവായൂരമ്പലത്തെ അതായത് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നാലമ്പലത്തിൻ്റെ ചുറ്റിലും ഉള്ള കുറേ ദേവതമാരൊക്കെ ഉണ്ടല്ലോ. അതിൽ കൃഷ്ണൻ്റെ പ്രസവമല്ല, അവിടെ വേറൊരു അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത്. എന്നിട്ട് അത് നന്ദൻപിള്ള ഒരു ഇതിലിട്ടിട്ടുണ്ടായിരുന്നു, ഞാനാണോ ജനിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട്.
ഒരു 3 പെണ്ണുങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത്. അതേപോലെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞ സംഭവം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഗുരുവായൂർ സ്ഥിരമായിട്ട് ഇടയ്ക്കിടയ്ക്ക് പോണ ആളുകളാണെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും. അവിടെ അതേപോലത്തെ ശില്പങ്ങൾ അവിടെയാണ്. ഞാൻ അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സിനുവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞത് ഗുരുവായൂർ അമ്പലത്തിലെ പോലെ തന്നെ ഉണ്ടല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. തെക്കേ ഇന്ത്യയിലെ ക്ഷേത്രങ്ങളിൽ വെച്ച് ചുവർ ചിത്രങ്ങളുടെ ഏറ്റവും ഒരു ശേഖരം ഈ ക്ഷേത്രത്തിൻ്റെ മതിലുകളിലുണ്ട് കേട്ടോ. ഉപദേവതയായി നാലമ്പലത്തിനുള്ള കന്നിമൂലയിൽ ഗണപതിയും ഇടതുഭാഗത്ത് വിഷക്സേനൻ എന്ന പരിചാരകനുണ്ട്. വടക്കു പടിഞ്ഞാറേ മൂലയിൽ ശിവനും ക്ഷേത്രമുറ്റത്ത് 4 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട ദുർഗയുണ്ട്. അത് ഭയങ്കര ഒരു രസമായിരുന്നു കേട്ടോ. ഞാൻ അതും കണ്ടു. അതൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു, ഫോൺ ഓഫ് ചെയ്യേണ്ടി കൊണ്ട്. തെക്കു പടിഞ്ഞാറേ മൂലയിൽ ശാസ്താവുണ്ട്. ക്ഷേത്രത്തിന് ചുറ്റും 3 കുളങ്ങളുണ്ട്. ഞാൻ ഒരു കുളമേ കണ്ടുള്ളൂ, ഞാൻ ശ്രദ്ധിക്കാത്തതുകൊണ്ടായിരിക്കും. ശങ്കരനാരായണ സങ്കല്പത്തിലും ക്ഷേത്രത്തിൽ ആരാധന നടത്തുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇതിന് പേര് വന്നത് ശ്രീ ശംഭര മഹർഷി ഭഗവത് വിലാസങ്ങൾ കാണാൻ തപസ് അനുഷ്ഠിച്ച വനഭൂമിയാണത്രേ ഈ ക്ഷേത്രം. അപ്പോൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ ശംഭരം എന്ന് പറഞ്ഞ് തൃച്ചംബരം എന്നാണ് പേര് വന്നതെന്നാണ് പറയുന്നത്. ഇവിടുത്തെ ഒരു പ്രധാന ചടങ്ങാണ് ഉത്സവത്തിടമ്പ് നൃത്തം എന്ന് പറയുന്നത്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലയാള മാസത്തിലെ കുംഭമാസം 22-നാണ് കൊടിയേറ്റം. അവസാനിക്കുന്ന ദിവസം കൂടിപ്പിരിയൽ പറഞ്ഞൊരു ചടങ്ങുണ്ട്. ഈ തീയതികളിൽ 11 ദിവസത്തേക്ക് അവിടെ തിടമ്പ് നൃത്തം, അത് കൃഷ്ണനും ബലരാമനും തമ്മിലുള്ള ഒരു നൃത്തമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അങ്ങനെ ഒരു ചടങ്ങ് ഞാൻ വേറെ എവിടെയും കേട്ടിട്ടില്ല. അത് ഈ ഒരു അമ്പലത്തിൻ്റെ പ്രത്യേകതയാണ്. വളരെ പോസിറ്റീവ് വൈബായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ്. നമുക്ക് വടക്കോട്ടുള്ളവർക്ക് അറിയുമായിരിക്കും. നമ്മൾ പാലക്കാട്ടുകാർ ഇങ്ങോട്ട് താഴെയുള്ളവർക്ക് അറിയുമോയെന്നറിയില്ല. പാലക്കാടിന് താഴേക്കുള്ളവർക്ക് അറിയാൻ സാധ്യത കേട്ടിട്ടുണ്ടാവുമായിരിക്കാം. പക്ഷെ ഇങ്ങനൊരു പ്രത്യേകതകളുണ്ട് ഭഗവാന്. അപ്പോൾ ഇങ്ങനെയും ഭഗവാൻ എനിക്ക് കാണാനായിട്ട് സാധിച്ചു എന്നാണ് എനിക്കിപ്പോൾ ഇവിടെ പറയാനായിട്ടുള്ളത്. അപ്പോൾ സാധിക്കുമെങ്കിൽ കണ്ണൂർ മുത്തപ്പ ക്ഷേത്രത്തിൽ പോണവർക്ക് തീർച്ചയായും ഭഗവാനെ ശംബരം, അതായത് തൃച്ചംബരത്ത് കൂടെ ഒന്ന് പോയി തൊഴുക. ഒരുപാട് പോസിറ്റീവ് വൈബാണ് കേട്ടോ അവിടെ. പിന്നെന്തായിരുന്നു, രാജരാജേശ്വരി ക്ഷേത്രത്തിലും കൂടെ പോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ. അവിടെ സ്ത്രീകൾക്ക് പ്രവേശനമില്ല, വൈകുന്നേരത്തിന് ശേഷം ഉണ്ടാവുള്ളൂ. പക്ഷേ എന്നിരുന്നാലും ഞങ്ങൾക്ക് കുനിഞ്ഞിരുന്ന് നമസ്കരിക്കാനായിട്ട് സാധിച്ചു. അത് ഞാനിവിടെ ആഡ് ചെയ്തിട്ടില്ല. വേറൊരു അവസരത്തിൽ വേണമെങ്കിൽ രാജരാജേശ്വരി ക്ഷേത്രത്തെ പറ്റിയിടാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ എനിക്ക് ഈ ഒരു അറിവ് ഭയങ്കര പുതിയതായിട്ടുള്ളൊരു അറിവായിരുന്നു. അപ്പോൾ ഇനിയും പുതിയ കഥകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ പുതിയ വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും ഭഗവാൻ നല്ലത് മാത്രം വരുത്തട്ടെ, നന്മ മാത്രം വരുത്തട്ടെ. ഹരേ ഗുരുവായൂരപ്പ. സദാ നാമം ജപിക്കുക, സദാ നാമം ജപിക്കുക, സദാ നാമം ജപിക്കുക. താങ്ക് യു. എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ. ഹരേ കൃഷ്ണ.